ഭംഗിയായ തായ്ലൻഡ് യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. തായ് ലയൺ എയർ വിമാനത്തിലാണ് നമ്മുടെ തായ്ലൻഡ് യാത്ര തയ്യാറായിരിക്കുന്നത്. ഈ വിമാനത്തിൽ 7 കിലോ ബാഗേജാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാഗേജ് തയ്യാറാക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏവിയേഷൻ നിയമപ്രകാരം 7 കിലോയുടെ ഒറ്റ ബാഗേജ് മാത്രമാണ് അനുവദനീയം. ക്യാബിനുള്ളിൽ കൊണ്ടുപോകുന്ന ഈ ബാഗേജിൽ പവർ ബാങ്ക് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. എന്നാൽ ഓയിൽ, സ്പ്രേ, ജെൽ, പേസ്റ്റ് എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ സാഷെ പാക്കുകൾ കരുതാം. ബ്ലേഡ്, റേസർ, ചെറിയ കത്രിക തുടങ്ങിയവയ്ക്കും ഇൻസുലിൻ പാക്കുകൾക്കും നിരോധനമുണ്ട്. മരുന്നുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കരുതേണ്ടതാണ്. നിങ്ങൾക്ക് അധികം ലഗേജ് ആവശ്യമുണ്ടെങ്കിൽ ഒരു സെക്ടറിന് 3000 രൂപ വെച്ച് മുൻകൂർ ചെക്ക് ഇൻ ലഗേജ് നേടാവുന്നതാണ്. ഈ കാര്യത്തിനായി ഞങ്ങളുടെ ഓപ്പറേഷൻസ് ടീമിനെ ബന്ധപ്പെടാം. അന്താരാഷ്ട്ര യാത്രകൾക്ക് വേണ്ടി 3 മണിക്കൂർ മുന്നേ വിമാനത്താവളത്തിൽ എത്തേണ്ടതാണ്. എന്നാൽ ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് നമുക്ക് 8 മണിയോടുകൂടി എല്ലാവരും ടെർമിനൽ 2ന്റെ ഡിപ്പാർച്ചർ ഭാഗത്തെ പില്ലർ നമ്പർ 10 സമീപം എത്തണം. അവിടെ ടൂർമാക്സിന്റെ പ്രതിനിധികൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളുടെ യാത്രാരേഖകൾ എല്ലാം തന്നെ ടൂർ മാനേജർ നിങ്ങൾക്ക് കൈമാറും. തുടർന്ന് ചെക്ക് ഇൻ, എമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്കപ്പ് നടപടികൾക്ക് ശേഷം ഗേറ്റിലേക്ക്. തുടർന്ന് കൃത്യസമയത്ത് തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യും. ഇന്ത്യൻ സമയത്തേക്കാൾ 1.5 മണിക്കൂർ മുന്നിലാണ് ബാങ്കോക്ക് സമയം. 4.5 മണിക്കൂർ കൊണ്ട് വിമാനം ബാങ്കോക്കിലെത്തും. ശേഷം എമിഗ്രേഷൻ ക്ലിയറൻസ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് പുറത്ത് കാത്തു നിൽക്കുന്ന വാഹനത്തിലേക്ക്. നമ്മുടെ ആദ്യ സ്റ്റോപ്പ് ടൈഗർ ടോപ്പിയ എന്ന് പറയുന്ന പട്ടായയിലെ ഡെസ്റ്റിനേഷനിലേക്കാണ്. പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് പ്രഭാത ഭക്ഷണം നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. തുടർന്ന് കടുവകളുമായി ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കാനും അവയെ പരിപാലിക്കാനുമുള്ള സുവർണ അവസരം. ഇതിനുശേഷം നേരെ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. പുരാതന തായ് നദീതീര ജീവനത്തെ അടുത്തറിയാൻ ഈ യാത്ര നിങ്ങളെ സഹായിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇനി നേരെ ഹോട്ടലിലേക്ക്. സൺസിറ്റി പട്ടായ എന്ന 4 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മുടെ താമസം. ദീർഘയാത്രയ്ക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾ സുഖകരമായ വിശ്രമം. രാത്രിയിൽ മാത്രം ഉറക്കമുണരുന്ന പട്ടായയുടെ മനോഹാരിതയിലേക്ക് ഇറങ്ങുകയായി. അൽക്കസാർ എന്ന ക്യാബറേ ഷോ കണ്ണുകൾക്ക് പുതിയൊരു വിരുന്നൊരുക്കും. തുടർന്ന് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ചെറുനടത്തം. തെരുവ് ഭക്ഷണവും മസാജിങ്ങും തായ് ജീവിത രീതികൾ അടുത്തറിയാനുള്ള സുവർണാവസരം. അത്താഴത്തിനു ശേഷം ഹോട്ടൽ മുറിയിലേക്ക്. ഇതോടെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിക്കുന്നു. 2ാം ദിവസം കോറൽ ഐലൻഡിലേക്കാണ് യാത്ര. ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ജോഡി വസ്ത്രം കയ്യിൽ കരുതണം. സൺ ക്രീമുകൾ, കൂളിംഗ് ഗ്ലാസുകൾ എന്നിവ ഉണ്ടാകുന്നത് നല്ലതാണ്. പട്ടായയിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ യാത്ര. ഇവിടെ പാരാസൈലിംഗ്, ജെറ്റ് സ്കീയിങ്, അണ്ടർ വാട്ടർ സീ വാക്കിംഗ്, ബനാന റൈഡ്, സ്വിമ്മിംഗ് എന്നിവയൊക്കെ സ്വന്തം ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം കൂടെ ഏകദേശം 3000 തായ് ബാത്തുകൾ വേണ്ടി വന്നേക്കാം. ഇത്തരം ആക്ടിവിറ്റീസുകൾക്ക് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ കണ്ണട, വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ, മൊബൈൽ ഫോണുകൾ സ്വന്തം നിലയിൽ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരോഗ്യകാര്യത്തിലും അതീവ ശ്രദ്ധ വേണം. തുടർന്ന് പട്ടായയിലേക്ക് തിരികെ മടക്കം. ഉച്ചഭക്ഷണത്തിന് ശേഷം പട്ടായ സിറ്റി ടൂർ. ബിഗ് ബുദ്ധ, ടെർമിനൽ 21, ജെംസ് ഗാലറി എന്നിവ കണ്ട് അത്താഴത്തിന് ശേഷം ഹോട്ടലിലേക്ക് മടക്കം. മൂന്നാം ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്കൗട്ട് ചെയ്ത് ബാങ്കോക്കിലേക്ക് വരുന്നു. ജംഗിൾ സഫാരി വേൾഡ്, മറൈൻ പാർക്ക് എന്നിവ മുഴുവൻ ദിവസം ട്രിപ്പാണ്. ഡോൾഫിൻ ഷോ, ഒറാങ്ങുട്ടാൻ ഷോ, സീ ലയൺ ഷോ, ബേർഡ് ഷോ, കൗബോയ് സ്റ്റണ്ട് ഷോ, എലിഫന്റ് ഷോ എന്നിവയെല്ലാം ഇവിടെ ആസ്വദിക്കാം. തുടർന്ന് ബാങ്കോക്കിലെ 3 സ്റ്റാർ ഹോട്ടലിൽ വിശ്രമം.
4-ാം ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ടെമ്പിൾ ടൂറിനായി ഇറങ്ങുകയാണ്. ബുദ്ധക്ഷേത്രങ്ങളുടെയും വിഹാരങ്ങളുടെയും കേദാരഭൂമിയാണ് തായ്ലൻഡിന്റെ തലസ്ഥാനം കൂടിയായ ബാങ്കോക്ക്. ഇവിടെ നമ്മൾ ഗോൾഡൻ ബുദ്ധ, വൈറ്റ് മാർബിൾ ബുദ്ധ എന്നീ നയന മനോഹരങ്ങളായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇന്ദിര മാർക്കറ്റ് എന്ന ഷോപ്പിംഗ് ലോകത്തിലേക്ക് എത്തുകയായി. വസ്ത്രങ്ങൾ, മേക്കപ്പ് സാമഗ്രികൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവ വളരെ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും കരസ്ഥമാക്കാം. തുടർന്ന് നേരെ എയർപോർട്ടിലേക്ക്. രാത്രി 11:30 കൊച്ചി എയർപോർട്ടിൽ എത്തും. 3 രാത്രികളും 4 പകലുകളും നീണ്ട ഈ മനോഹരമായ യാത്രയ്ക്ക് അവസാനമാകും. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ ട്രാവൽ ബാഗിനുള്ളിൽ ഒരു കുടയും ഒരു തെർമൽ ഫ്ലാസ്കും എപ്പോഴും കരുതേണ്ടതാണ്. കൂടാതെ ജീവിതശൈലി രോഗങ്ങൾക്ക് എപ്പോഴും മരുന്ന് കഴിക്കുന്നവർ, ഒപ്പം വേദന സംഹാരമായ ബാമുകൾ, ജെല്ലുകൾ എന്നിവ ഉപയോഗിക്കുന്നവർ നേരത്തെ ഇത് സംഘടിപ്പിക്കേണ്ടതാണ്. 6 മാസത്തെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് എപ്പോഴും കൂടെ കരുതേണ്ടതാണ്. യാത്രയിൽ ട്രാവൽ ഇൻഷുറൻസ് അങ്ങേയറ്റം നിർബന്ധമാണെന്നുള്ളത് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ഇൻഷുറൻസ് തുകയിൽ മാറ്റം വരാമെന്നുള്ളതുകൊണ്ട് ഓപ്പറേഷൻസ് ടീമുമായി ബന്ധപ്പെടേണ്ടതാണ്. തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് കോളുകൾ എന്നിവയുടെ സേവനത്തിനായി നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള തായ് ബാത്തുകൾ കയ്യിൽ കരുതുന്നതിന് ഞങ്ങളുടെ അക്കൗണ്ട്സ് ടീമുമായി ബന്ധപ്പെടാവുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ടാകുന്നതല്ല. വിമാനത്താവളങ്ങൾ, ഫ്ലൈറ്റ് എന്നിവിടങ്ങളിൽ മീൽസ് ഉണ്ടായിരിക്കുന്നതല്ല. വിമാനത്താവളത്തിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ, ടാക്സി സർവീസുകൾ എന്നിവയ്ക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞതും മനോഹരവുമായതുമായ ഈ യാത്രയിൽ ടൈം മാനേജ്മെന്റ് ഏറ്റവും പ്രധാനമാണ്. ഞങ്ങളുടെ മലയാളി ടൂർ മാനേജറുടെ സേവനം ഫലപ്രദമാക്കാൻ അദ്ദേഹവുമായി സഹകരിക്കുക. നന്ദി, നമസ്കാരം.